ഇപ്പം മൃഗശാലയിലെ 12 വർഷം കണ്ടിന്യൂ ജോലി ചെയ്യുന്നു. അപ്പോൾ ഓരോ മൃഗങ്ങളെയും ഒരുപക്ഷെ പേരെടുത്ത് വിളിക്കാനുള്ള ഒരു അത്തരത്തിലൊരു ഓർമ്മകൾ എല്ലാ മൃഗങ്ങളായിട്ടും അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അതിൽ ശരിക്കും പണ്ട് നമ്മൾ മൃഗങ്ങളെ ഇങ്ങനെ പേരെടുത്ത് വിളിക്കുന്ന ഒരു അത്ര കോമൺ അല്ലായിരുന്നു. അപ്പം നമ്മൾ ഈ മൃഗങ്ങളെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂവിൽ വളർത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർക്ക് ഒരിക്കലും കാട്ടിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഇല്ല. അപ്പം കാട്ടിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം കുറച്ചെങ്കിലും നമുക്ക് സൂവിൽ ഉണ്ടാക്കി അതിൽ അങ്ങനെ ഒരു ഓപ്പൺ എൻക്ലോഷേഴ്സൊക്കെ വെച്ച് അങ്ങനെ ചെയ്യണമെന്നാണ് ഇപ്പം സെൻട്രൽ സൂ അതോറിറ്റിയുടെ നിയമം. അത് കാരണം തന്നെ നമ്മുടെ പഴയ സൂവിലെ ആ കമ്പി അഴികളും സാധനങ്ങളൊക്കെ പൊളിച്ചിട്ട് ഓപ്പൺ എൻക്ലോഷേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം മൃഗങ്ങൾ പലപ്പോഴും ചാടിപ്പോകുന്നത്. അതുപോലെ അപ്പം എന്നിരുന്നാലും ആ മൃഗങ്ങളെ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു എൻക്ലോഷറിൽ ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചുരുങ്ങിയ സ്ഥലമുള്ള ഒരു എൻക്ലോഷറിൽ ഇടുമ്പം തീർച്ചയായിട്ടും അത് അവരുടെ സ്വാതന്ത്ര്യത്തിലും അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ഒരു അഡ്വാൻറ്റേജസ് സിറ്റുവേഷനിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ മൃഗശാലയിലെ ആ എൻട്രൻസിൽ കൂടെ വരുന്ന ആ വിസിറ്റർ തിരിച്ച് എക്സിറ്റിൽ കൂടെ പോകുമ്പം അയാൾ അല്ലെങ്കിൽ അവർ എൻവയൺമെൻറ്റ് കൺസർവേഷൻ്റെയും വൈൽഡ് ലൈഫ് കൺസർവേഷൻ്റെയും അംബാസിഡേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് മൃഗശാലകളുടെ ഉദ്ദേശം. ഈ മൃഗങ്ങളെ കാണാനായിട്ട് നമ്മൾ കാട്ടിലെല്ലാവരും കൂടെ കയറിപ്പോയി എങ്ങനെ ഇരിക്കും? അവരുടെ ആ സ്വന്തമായിട്ടുള്ള ആവാസ വ്യവസ്ഥയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക ചെയ്യുന്നത്. പകരം ഇതുപോലെ സൂസിൽ വന്ന് കാണുകയും പഠിക്കുകയും ഇതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും റിസർച്ചും ഇത് അവിടെ ആവാസ വ്യവസ്ഥയിലെ അനിമൽസിനെ കൺസേർവ് ചെയ്യാൻ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഇതിനെ ഒരു ജീൻ ബാങ്കായിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഇന്ത്യൻ സൂസിൻ്റെ ലക്ഷ്യം. അതായത് ഒന്ന് ഇത് എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് ഉപയോഗിക്കുക, പിന്നെ റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇത് റിസർച്ചിലെ തന്നെ ജീൻ ബാങ്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ സൂസിൻ്റെ ലക്ഷ്യം. നമ്മൾ ശരിക്കും ഇന്ത്യൻ സൂസിൽ ഈ കാശുണ്ടാക്കുക എന്നുള്ളൊരു ക്രൈറ്റീരിയ അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടിക്കറ്റ് ഫെയർ ഒക്കെ എന്ന് വെച്ച് നമ്മൾ വിദേശ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ഡേയ്സിൽ കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഇതെല്ലാം ഇതിനെപ്പറ്റി അറിയാനും പഠിക്കാനും അവരെ കൺസേർവ് ചെയ്യാനായിട്ട് ഈ നോളജ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ആനിമൽസ് അവിടെ സഫർ ചെയ്യുന്നത് നല്ലൊരു ഫലപ്രാപ്തിയിലേക്ക് വരത്തുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.